ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാവട്ടെ. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം നേർന്നുകൊണ്ട് പ്രാർത്ഥനാപൂർവം 2025 വലിയ നോമ്പിൻ്റെ 17-ാം പ്രഭാതത്തിനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടെ തിരുവചനത്തെ ധ്യാനിക്കുവാൻ ജോയൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 12-13 തിരുവചനം ചേർന്ന് വായിക്കാം. ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരുവാൻ പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ ആഹ്വാനം ചെയ്യുകയാണ്. ദൈവമക്കളെ, നോമ്പിൻ്റെ ദിനങ്ങളിൽ പൂർണ്ണ ഹൃദയത്തോടെ ഈ ലോകത്തിൻ്റെ എല്ലാ സുഖങ്ങളോടും വിട പറഞ്ഞിട്ട് ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം മുമ്പാകെ വസിച്ചുകൊണ്ട് വിലാപത്തോടെ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ട് നെടുവീർപ്പോടെ നെഞ്ചുപൊട്ടി എൻ്റെ കർത്താവേന്ന് വിളിച്ചുകൊണ്ട് ഒരു മാനസാന്തരത്തിൻ്റെ കൃപ നമ്മിലേക്ക് നിറയുവാനായിട്ട് ജോയൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 12-ാം തിരുവചനം പശ്ചാത്താപത്തിലേക്ക് നമ്മെ വിളിച്ച് ആഹ്വാനം ചെയ്യുകയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് വിധേയപ്പെട്ടുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനത്തിൽ നിന്ന് ശക്തി ഒഴുകി പാപബോധവും പശ്ചാത്താപവും ഉണ്ടാകാൻ പ്രാർത്ഥിക്കാം. ജോയൽ 2:13 പ്രകാരം പറയുന്നു, നിങ്ങളുടെ വസ്ത്രമല്ല ഹൃദയമാണ് കീറേണ്ടത്. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ അത് ജൽപ്പനമായി പോകുന്നുണ്ടോ? നമ്മുടെ ഉപവാസം ജൽപ്പനമായി പോകുന്നുണ്ടോ? ഇതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ ആവാതെ ഹൃദയത്തിൻ്റെ അഗാധങ്ങളിൽ നിന്ന് നെടുവീർപ്പോടെ വിലാപത്തോടെ നമ്മുടെ ഉപവാസവും പ്രാർത്ഥനയും രൂപപ്പെടുവാൻ പ്രാർത്ഥിച്ചാശംസിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവം പുത്തൂർ കുടലിൽ ജയ്മൂനച്ചൻ.